സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിലും അതിനു പുറത്തുമൊക്കെ മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിബനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വാലിബൻ നിറഞ്ഞതോടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു താരമാണ് വിനോദ് കോഴിക്കോട്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ വിനോദ് കോഴിക്കോടിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന പിന്നീട് സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായ നടനാണ് വിനോദ് കോഴിക്കോട്. വാലിബനിൽ മാങ്ങോട്ട് കള്ളരിക്ക് മുന്നിലെ മരക്കട്ടിലിൽ തളർന്നു കിടക്കുന്ന പഴയകാല മല്ലനായിട്ടാണ് വിനോദ് അഭിനയിച്ചിരിക്കുന്നത്. ആ കഥാപാത്രവും വിനോദിന്റെ പ്രകടനവും കയ്യടി നേടുകയും ചെയ്തു. നേരത്തെ സിനിമയിൽ സജീവമായിരുന്ന വിനോദ് കൂടുതലും അവതരിപ്പിച്ചത് വില്ലൻ വേഷങ്ങളും ഗുണ്ടാ കഥാപാത്രങ്ങളുമായിരുന്നു. കോഴിക്കോട് കോവൂർ സ്വദേശിയാണ് വിനോദ്. നാടകങ്ങളിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത്. IV ശശിയുടെ അങ്ങാടിക്കപ്പുറത്ത് എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം. ആദ്യ ചിത്രത്തിലെ പ്രകടനം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതോടെ മലയാള സിനിമയിലെ ആസ്ഥാന ഗുണ്ടയായി മാറുകയായിരുന്നു വിനോദ്. എന്നാൽ അതിൽ ഒട്ടും നിരാശയില്ല വിനോദിന്. ഒരു റോളിൽ ഒരാൾ തിളങ്ങിയാൽ പിന്നെ അത്തരം വേഷങ്ങൾ കൂടുതൽ വരുമെന്നും സിനിമയിൽ അങ്ങനെയാണെന്നും വിനോദ് പറയുന്നു. തന്നെ സംബന്ധിച്ചും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതിനെയെല്ലാം പോസിറ്റീവായാണ് വിനോദ് കാണുന്നതും. IV ശശി, ഹരിഹരൻ, ജോഷി, ലോഹിതദാസ്, ടി ദാമോദരൻ, സിദ്ദിഖ് ലാൽ തുടങ്ങി ലിജോ ജോസ് പെല്ലിശ്ശേരി വരെയുള്ള ലെജൻസിനൊപ്പം മികച്ച സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായി എന്നാണ് വിനോദ് പറയുന്നത്. അതേസമയം ലിജോ ജോസിനൊപ്പം വിനോദിന്റെ ആദ്യ സിനിമയല്ല വാലിബൻ. നേരത്തെ ആമേൻ, ജല്ലിക്കെട്ട് തുടങ്ങിയ സിനിമകളിലും വിനോദ് കോഴിക്കോട് അഭിനയിച്ചിരുന്നു. ആമേനിലെ വിക്രമിനെ ഓർമ്മിപ്പിക്കുന്ന ഗുണ്ടയുടെ വേഷം ശ്രദ്ധ നേടിയിരുന്നു. ആമേനിലെ ആ ബന്ധമാണ് വിനോദിനെ ഇപ്പോൾ വാലിബനിലേക്കും എത്തിച്ചത്. ആമേനിലെത്തിയ കഥയും വിനോദ് പറയുന്നുണ്ട്. എറണാകുളത്ത് ഒരു സിനിമയുടെ വർക്ക് കഴിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, 2 ദിവസം കൂടി എറണാകുളത്ത് തന്നെ നിന്നാൽ നല്ലൊരു വേഷം ചെയ്തിട്ട് പോകാമെന്ന്. അദ്ദേഹം തന്നെയായിരുന്നു ആമേനിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെയാണ് ആ റോൾ കിട്ടിയതെന്നാണ് വിനോദ് പറയുന്നത്. പിന്നീട് ആ പ്രൊഡക്ഷൻ കൺട്രോൾ ജല്ലിക്കെട്ടിലേക്കും തന്നെ വിളിച്ചുവെന്നും ലിജോയുമായുള്ള ആ പരിചയമാണിപ്പോൾ വാലിബനിൽ എത്തി നിൽക്കുന്നതെന്നുമാണ് വിനോദ് കോഴിക്കോട് പറയുന്നത്. അതേസമയം അഭിനയിക്കുന്ന സമയത്തല്ല, ഡബ്ബിങ്ങിലാണ് വാലിബനിലെ ക്യാരക്ടറിൽ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ എന്ന് തനിക്ക് തോന്നിയതെന്നും വിനോദ് പറയുന്നുണ്ട്. വാലിബനും തന്റെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെടുമ്പോഴും വിനോദിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. തന്റെ ഭാര്യയുടെ വേർപാടാണത്. 4 മാസം മുൻപായിരുന്നു വിനോദിന്റെ ഭാര്യ KV ആനന്ദവല്ലി മരണപ്പെടുന്നത്. കലാജീവിതത്തിന്റെ വലിയ പിന്തുണയായിരുന്നു ഭാര്യയെന്നും പെട്ടെന്നുള്ള ആ വിയോഗം തനിക്കിപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നും വിനോദ് പറയുന്നു. ഇങ്ങനെയൊരു ഗംഭീര വേഷം കിട്ടിയപ്പോൾ അത് കാണാൻ ഭാര്യ ഇല്ലല്ലോ എന്ന വേദന എന്നും ബാക്കിയാണെന്നും ഭാര്യയായിരുന്നു തന്റെ ധൈര്യമെന്നുമാണ് വിനോദ് ഭാര്യയെക്കുറിച്ച് പറയുന്നത്. സിനിമയിൽ നിന്നും വിനോദ് ഒരു ഇടവേള എടുത്തിരുന്നു. അതിനെക്കുറിച്ചും വിനോദ് സംസാരിക്കുന്നുണ്ട്. കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി താനായിട്ട് എടുത്തതാണ് ആ ഇടവേളയെന്നാണ് വിനോദ് പറയുന്നത്. വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ പഠനവും ഒക്കെയായി ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവിടേണ്ടി വന്നതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു. സിനിമയിൽ എത്തുമ്പോൾ തന്നെ മെഡിക്കൽ റപ്പായി ജോലിയുണ്ടായിരുന്നു വിനോദിന്. പിന്നീട് കമ്പനിയുടെ ജില്ലാ മാനേജറായെന്നും ജോലിക്കും കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കുന്നതോടെയാണ് വിനോദ് സിനിമയിൽ നിന്നും മാറുന്നതെന്നും പറഞ്ഞു. എന്തായാലും വാലിബനിലൂടെ തിരികെ എത്തിയതിനാൽ ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് വിനോദും ഒപ്പം പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്.